ആഖ്യാന രീതി കൊണ്ട് 80കളിൽ വ്യത്യസ്തമായ ചിത്രമാണ് ആദാമിന്റെ വാരിയല്. 3 വ്യത്യസ്ത സ്ത്രീ കഥാപാത്രങ്ങൾ, 3 വ്യത്യസ്ത ജീവിത ചുറ്റുപാടുകൾ, സാമ്പത്തികമായുള്ള അതിർവരമ്പുകൾ കഥാപാത്രങ്ങളിൽ കൃത്യമായി കാണാം. അതുവരെ കണ്ടിട്ടില്ലാത്ത പുതുമയാർന്ന കഥ പറയൽ രീതി. സംവിധായകൻ KG ജോർജിനെ അടയാളപ്പെടുത്തിയ സിനിമ. എന്തുകൊണ്ടായിരിക്കും സംവിധായകൻ സ്ത്രീകളുടെ കഥ പറയുന്ന ചിത്രമായിട്ടും ഹവ്വ എന്ന പേര് പറയാതെ ആദാമിന്റെ വാരിയൽ എന്ന് തന്നെ ചിത്രത്തിന് പേര് നൽകിയത്? ഇതിനുള്ള മറുപടി ചിത്രത്തിലെ ശീർഷക ഗാനത്തിലുണ്ട്. കണ്ണീരാറ്റിൽ മുങ്ങി തപ്പി പെണ്ണെന്ന മുത്തിനെ ആരെടുത്തു എന്ന് തുടങ്ങുന്ന MB ശ്രീനിവാസൻ സംഗീതം നൽകിയ ഈ ഗാനത്തിൽ തന്നെ ഇതിനുള്ള മറുപടി വ്യക്തമാണ്. സമൂഹം ചിട്ടപ്പെടുത്തിയ ചട്ടക്കൂട്ടിൽ സ്വന്തമായൊരു പേര് പോലും ഇല്ലാതെ പുരുഷന്റെ പേരിനാൽ അറിയപ്പെടാൻ വിധിക്കപ്പെട്ടു പോയ ആദാമിന്റെ വാരിയലായവർ. സിനിമയിൽ 3 സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വാസന്തി. ഇടത്തരം സാമൂഹിക ചുറ്റുപാടിലുള്ള വാസന്തി ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. ജോലി കഴിഞ്ഞെത്തുന്ന വാസന്തി മകനുമായി വീട്ടിലെത്തുമ്പോൾ പൂമുഖവാദികൾ നിറപുഞ്ചിരിയോടെ അവളെ കാത്തിരിക്കാൻ ആരുമില്ല. വീട് നോക്കുന്ന ഗൃഹനാഥന് നൽകുന്ന പ്രിവിലേജുകൾ ഒന്നും തന്നെ ഇതേ ജോലികൾ ചെയ്യുന്ന വാസന്തിക്ക് ലഭിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. വാസന്തിയുടെ അടുക്കളയും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ അടുക്കളയും തമ്മിൽ സാമ്യതകളേറെയാണ്. 2 കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ചിത്രമായിട്ടും അടുക്കളയിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീക്ക് ഒരേ മുഖമാണ്. വാസന്തി പരിഭവം ഏതുമില്ലാതെ ഓഫീസിലെ ജോലിയുടെ ക്ഷീണം മറച്ചുവെച്ച വിധിക്കപ്പെട്ടു പോയ തന്റെ കടമ ചെയ്യാൻ പെടാപ്പാടുപെടുന്നു. അതേസമയം സമൂഹം വിധിച്ച കടമകൾ ചെയ്യാതെ ഒളിച്ചോടി മദ്യത്തിന് അഭയം തേടിയ ഗോപിയെ ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നതും പ്രസക്തമാണ്. പക്ഷേ വാസന്തിക്ക് അങ്ങനെ ഒരു ഒളിച്ചോട്ടം സാധ്യമാകുന്നില്ല. ഭർത്താവിന് വേണ്ടി പട്ടിണിയിരുന്ന് ഭക്ഷണം വിളമ്പി നൽകാൻ കാത്തിരിക്കുന്നു. വാസന്തിയിൽ ചിലർക്കെങ്കിലും ഉത്തമ ഭാര്യയുടെ ഉദാഹരണമായി കാണാമെങ്കിലും മാറി വന്ന കാലഘട്ടത്തിൽ ഈ കാത്തിരിപ്പും ഭർത്താവിന്റെ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നതും ഒരു ഭാഗം കാഴ്ചക്കാർക്ക് മനം മടുപ്പിക്കും. താളം തെറ്റിയ അവളുടെ അവസ്ഥയ്ക്ക് പിന്നിൽ കുടുംബത്തിന്റെ പങ്ക് അവർ ബോധപൂർവം നിരാകരിക്കുന്നു. വാസന്തിയെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുമ്പോൾ ഡോക്ടർ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം ഗോപി മനസ്സിലാക്കുന്നില്ല. ഇതിന് വരുന്നുണ്ടോ എന്നാണ് അയാളുടെ മറുചോദ്യം. സമൂഹം ചിട്ടപ്പെടുത്തിയ ചട്ടക്കൂട്ടിൽ നിന്നും വാസന്തി രക്ഷപ്പെട്ടത് മനോരോഗിയായിട്ടാണ്. ഡോക്ടർ ആവശ്യപ്പെട്ട ഒത്തൊരുമിച്ച പ്രവർത്തനവും കുടുംബ ബന്ധത്തിലെ സ്ഥായിയായ മാറ്റവും ഗോപിക്ക് സാധിച്ചില്ല. അവളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് തള്ളിവിടുകയാണ് അയാൾ ചെയ്തത്. വാസന്തി പരാജിതയാണ്. പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ തോറ്റുപോയവൾ. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒളിച്ചിരിക്കാൻ സ്ഥലം കണ്ടെത്തുകയാണ് അവൾ ചെയ്തത്. ആലിസിന്റെ ജീവിതവും ഒട്ടും വ്യത്യസ്തമല്ല. മാമച്ചന്റെ വീട്ടിൽ തിരികെ എത്തുന്ന ആലിസ് തീർത്തും അസ്വസ്ഥയാണ്. അവൾ മരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഉറക്കഗുളികൾ അമിതമായി കഴിക്കുന്നു. ആലിസ് മരിച്ചു കിടക്കുമ്പോൾ അകത്തുള്ള ആലിസിന്റെ നായ പുറത്തേക്ക് മറ്റൊരു നായ്ക്കൊപ്പം പോകുന്നത് കാണാം. മൃഗങ്ങൾ സ്വന്തം സ്വാതന്ത്ര്യം തിരഞ്ഞെടുത്തപ്പോൾ ആലിസ് തന്റെ മരണത്തിലൂടെ മാത്രമാണ് സ്വാതന്ത്ര്യം കണ്ടെത്തിയത്. അമ്മിണിയാണ് ചിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രം. ആലിസിന്റെ വീട്ടിലെ അടുക്കള ജോലിക്കാരിയാണ് അവൾ. ചെറുപ്പത്തിലെ അച്ഛനെയും അമ്മയും നഷ്ടമായ അവളുടെ ആശ്രയം ആ വീടാണ്. പക്ഷേ അവളുടെ ജീവിതത്തിൽ വില്ലനായി എത്തുന്നത് ആലിസിന്റെ ഭർത്താവ് മാമച്ചനാണ്. അയാൾ അമ്മിണിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു. ഗർഭിണിയായ അവൾ ആ വീട്ടിലെ ഭാരമാകുന്നു. തുടർന്ന് അവളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പ്രസവമുറിയിലെ അപമാനങ്ങൾക്ക് പ്രസവത്തേക്കാൾ വേദനയാണ് ആ ആശുപത്രി അവൾക്ക് നൽകിയത്. കുട്ടിയുമായി അമ്മിണിക്ക് പോകാൻ ഒരിടമില്ല. അവൾ കടത്തിണ്ണയിലേക്കാണ് അവിടെ നിന്നും ഇറങ്ങുന്നത്. കുട്ടി അവൾ ഒരു വീട്ടുമുറ്റത്ത് ഉപേക്ഷിക്കുന്നു. റെസ്ക്യൂ ഹോമിൽ എത്തിപ്പെടുന്ന അമ്മിണിക്കൊപ്പം ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. പല കാരണങ്ങളാൽ അമ്മിണിക്ക് മുൻപ് എത്തിയവരാണ് അവർ. പെട്ടെന്ന് അമ്മിണി എഴുന്നേറ്റ് കൂടെയുള്ള സ്ത്രീകളോട് രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയാണ്. ഈ രംഗങ്ങൾ ചരിത്രമാണ്. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു രംഗമാണ് പിന്നീട് സംഭവിക്കുന്നത്. കൂട്ടത്തോടെ റെസ്ക്യൂ ഹോമിൽ നിന്ന് പുറത്തേക്ക് ഓടുന്ന അവർ ആ രംഗം പകർത്തുന്ന ക്യാമറമാൻ രാമചന്ദ്ര ബാബുവിനെയും സംവിധായകൻ KG ജോർജിനെയും മറ്റണിയറ പ്രവർത്തകരെയും തള്ളിമാറ്റി വീണ്ടും ഓടുകയാണ്. ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയ അവർ ഏറ്റവും ശക്തരാവുകയാണ് ചെയ്തത്. സമൂഹം വരിഞ്ഞുകെട്ടിയ കയറുകൾ പറിച്ചറിഞ്ഞുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള രക്ഷപ്പെടലായി ഈ ഓട്ടത്തെ നമുക്ക് ചിത്രീകരിക്കാം. വാസന്തി മനോരോഗിയായി മാറുന്നതിലൂടെ ആലിസ് ആത്മഹത്യയിലൂടെയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ വേറിട്ട് നിൽക്കുന്നത് അമ്മിണിയാണ്. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് സംവിധായകൻ അമ്മിണിയിലൂടെ പറഞ്ഞു വെക്കുന്നു. തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ല. ജീവിക്കണമെന്ന ഉറച്ച വിശ്വാസം അവൾക്കുണ്ട്. താൻ ജീവിച്ചു വന്ന സാഹചര്യം തന്നെയാണ് അവൾക്ക് ധൈര്യം നൽകുന്നതും.